നമുക്ക് എല്ലാവർക്കും കോറസ് ആയിട്ട് പാടാം. അതല്ലേ രസം. ഓക്കേ. ഇത് ഞങ്ങൾ പാടണം. അത് പാടണ്ട. നിങ്ങൾ എങ്ങനെ ഈ ഓരോ കൗണ്ടേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണ? എങ്ങനെ ഇത്രയും ആലോചിച്ചിട്ട് വേണ്ടിയോ? അത്ര ആലോചിക്കണ്ട. ഞാൻ എന്റെ വൈഫിനെ ആലോചിക്കുക, വണ്ടിയുടെ ലോണിന്റെ കാര്യം ആലോചിക്കുക, വീടിന്റെ ലോണിന്റെ കാര്യം ആലോചിക്കുക. അപ്പൊ ഇതൊക്കെ തനിയെ വന്നു. പിന്നെ വിശന്ന പിള്ളേര് കരയോല. നമ്മള് വീട്ടിലൊക്കെ ഇത് തന്നെ ചെയ്യണം. വീട്ടിലൊക്കെ നമ്മൾ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഞാനും വൈഫും കൂടെ ഒരുക്കിയിട്ട് ഉണ്ണിയേശന് 12 മണിക്ക് ശേഷമാണല്ലോ വെക്കാവുന്നത്. അപ്പൊ കാറിന്റെ മുകളിൽ വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടി സെറ്റായി നമുക്ക് ഇച്ചിരി റെസ്റ്റ് ചെയ്തിട്ട് വരാൻ പോയി കിടന്ന് രാവിലെ 8:30 ആ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലോ. കാറിൽ നിന്ന് ഇറങ്ങാനേ പറ്റില്ല. കാറിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, കാറിട്ട് കേറാൻ പറ്റില്ല. ഉണ്ണിയേശുവിൻ തിരുജന്മഗേഹമായി വരിക മയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം. പുറത്തുപോയി പഠിക്കണമെന്നും ജോലി ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? കുറഞ്ഞ ചെലവിൽ ജർമ്മനിയിൽ പോകാം, സൗജന്യമായി പഠിക്കാം. പഠനത്തോടൊപ്പം ജോബ് സീക്കർ വിസയും നിങ്ങൾക്ക് നേടിത്തരും. EIG ഓവർസീസ്, കേരളാസ് നമ്പർ 1 ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊമോട്ടർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. EIG ഓവർസീസ് പ്രസൻസ് ദ കെന്ന ഷോ. സോ ഇന്ന് കെന്ന ഷോയില് ഇന്റർവ്യൂ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫൺ സെഗ്മെന്റ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. കാരണം ഡിസംബർ ആണ്, ക്രിസ്മസ് ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. സോ ഞങ്ങൾ മൈൽ സ്റ്റോൺ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കുകളിലാണ്. സോ നമ്മോടൊപ്പം തന്നെ മൈൽ സ്റ്റോൺ ജേർണിയിൽ ഒപ്പം തന്നെ നിൽക്കുന്ന കുറച്ച് പേരും കൂടെ എന്റെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ഇതൊരു ഫൺ സെഗ്മെന്റ് ആകുമ്പോൾ അവിടെ ഒരു ഗെയിം സ്പിരിറ്റും ഒരു ഗെയിം മൂഡൊക്കെ വരുത്തണ്ടേ. അതിനുവേണ്ടി ഒരു 2 ടീമിനെ തന്നെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ മുഖങ്ങളൊക്കെ തന്നെയാണ് എന്റെ ഒപ്പം ഇപ്പൊ ഈ കെന്ന ഷോയിലുള്ളത്. സോ ടീം എ, ടീം ബി, ലാത്തിരി പൂത്തിരി എന്ന ഡിഫറെന്റ് നെയിംസ് ഒക്കെ ഇട്ടാണ് ഞാൻ അവരിവിടെ നിർത്തിയിരിക്കുന്നത് ഗൈസ്. സോ ഞാൻ ആദ്യത്തെ ടീം ക്യാപ്റ്റനെ വിളിക്കാം. ലാത്തിരിയുടെ ടീം ക്യാപ്റ്റൻ ടീം എ ലാത്തിരി. സോ ലാത്തിരി ടീമിന്റെ ക്യാപ്റ്റൻ പാഷാണി ഷാജി ചേട്ടൻ. സാരില്ല, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം എന്താണ് അടക്കം പൊട്ടിയിലും കുഴപ്പമില്ല, അത് അവിടെ പൊട്ടാനല്ലേ. അതെ, ഒരു ടീമും കൂടെ ഉണ്ട് അല്ലെ? പൂത്തിരി. പൂത്തിരിനെ വിളിച്ചാലോ? പൂത്തിരിയുടെ ക്യാപ്റ്റനെ വിളിക്കാം. ആരായിരിക്കും? മനീഷ ചേച്ചി. അങ്ങനെ അതെ, 2 ക്യാപ്റ്റൻസ് എത്തിക്കാൻ ലാത്തിരി പൂത്തിരി. എന്തായാലും പടക്കം പൊട്ടിയില്ലെങ്കിൽ ഇത് പോണതിന് മുന്നേ നമുക്ക് അവനിട്ടൊരു പൊട്ടിക്കലോ പൊട്ടിക്കണം. എന്തായാലും വളരെ സന്തോഷം ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിയത്. തീർച്ചയായിട്ടും. കാരണം ഒരുപ്പെട്ട ഷോയിൽ എല്ലാത്തിലും ഞാൻ വരാറുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഷോയിൽ എല്ലാത്തിലും വരാറുണ്ട്. അത് ഓണത്തിനും വരുന്നുണ്ട്, ക്രിസ്മസിനും വരുന്നുണ്ട്. അല്ല, അതുകൊണ്ടാണ് നമ്മളെയൊക്കെ നോക്കി വിളിക്കുന്നത്. വിളിച്ചാ വരുമെന്നുള്ളൊരു ഉറപ്പുള്ളൂ. ഫാമിലി മെമ്പർ അതല്ലേ നിങ്ങള്. നിങ്ങളുടെ ബാക്കി ടീം മെമ്പേഴ്സിനെ കൂടെ വിളിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ അതിൽ ലാത്തിരി ടീം ക്യാപ്റ്റൻ തന്നെ അനൗൺസ് ചെയ്തോളൂ. ആരൊക്കെയാണ്? സാധിക ചേച്ചി, ബൈജ ചേട്ടൻ, അഞ്ജന ചേച്ചി. ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തന്നെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം, എല്ലാവർക്കും അറിയാലോ. പിന്നെ നമ്മളിങ്ങനെ ഫുൾ പേരൊന്നും വിളിച്ചിട്ടൊന്നും അല്ല, നമ്മളെല്ലാരും മച്ചു മച്ചു ആണ്. അതുകൊണ്ട് പല നാട്ടുകാർ പോലും പേര് വിളിക്കാറില്ല. ലാത്തി സ്നേഹം തന്നെ കാണണം. ഞങ്ങൾക്ക് ഒരു കൊമ്പൂർക്കലാണ് വേണ്ടത്. ലാത്തിരി പൂത്തിരിയുടെ ഒരു ഗെയിം സ്പിരിറ്റ് ആണ് വേണ്ടത്. ഓക്കെ, ഇല്ല. പൂത്തിരിയുടെ ടീം മെമ്പേഴ്സ് നമ്മുടെ അമൽ ചേട്ടനുണ്ട്, ലിജോ ചേട്ടനുണ്ട്, ആൻഡ് ആന്റണി ചേച്ചിയുണ്ട്. സോ വെൽക്കം
താങ്ക് യു ഇതൊരു വെടിക്കെട്ട് നടന്ന പറമ്പ് പോലെയോ കുരുക്ഷേത്ര യുദ്ധം. സെലിബ്രേഷൻ മൂഡല്ലേ, നമുക്ക് അങ്ങ് പൊളിക്കാം. പൊളിക്കാം. ഞാനേ കെന്നാ ഷോ എന്നല്ല, ഞാൻ കെന്നൽ ഷോ എന്നാ കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ചിത്രീകരിക്കട്ടോ ഓരോരുത്തരെ. അനീഷ ചേച്ചിയുടെ നിപ്പ് കണ്ടപ്പോഴേ മറ്റേ റോഡ് വീലർ അഞ്ജനക്ക് പിന്നെ എന്നാ ഷോയാലും എന്നാ അതല്ലേ എല്ലാരും ഒരു റെഡ് മയത്തിലേക്ക് വന്നപ്പോ കുറച്ച് പിങ്ക് ഇട്ടോണ്ട് വന്നേ. ഇതാകുമ്പോ എല്ലാരും നോക്കും. ചേഞ്ച് ചേഞ്ച് വേണ്ട എല്ലാരും ഒരേപോലെ എല്ലാരും റെഡ് അല്ലെങ്കിൽ വൈറ്റ് ആണെന്ന് തീരുമാനിച്ചിട്ട് അവര് ചേഞ്ചിന് ഞങ്ങൾക്ക് കൊണ്ടൊരു ചേഞ്ച് ബ്ലൂ. നീ എന്താ വൈകിട്ടുണ്ടേ? ക്രിസ്മസ് അല്ലേ, ക്രിസ്മസിന് വൈറ്റ് ആവാന്നല്ലേ? ഏഞ്ചലൊക്കെ ഇങ്ങനെയല്ലേ അതെ ഏഞ്ചലാണ്. അതെ പക്ഷെ തൂക്കിടേണ്ടി വരും. ഷോ കഴിഞ്ഞിട്ട് വന്നു നമുക്ക്. മണിയുടെ കൂടെ അല്ലേ? അത് നമുക്ക് മനീഷ ചേച്ചിയുടെ ആ പാട്ട് വേണം. അത് ഞാനല്ല, നമുക്ക് എല്ലാവർക്കും കോറസ് ആയിട്ട് പാടാം. അതല്ലേ രസം? ഓക്കെ. ഇത് ഞങ്ങൾ പാടണം. മനുഷ്യ റെഡി 1 2 3 സ്റ്റാർട്ട്. സീരിയസ് ആണ്. പക്ക. ടൈമിംഗ് ഇല്ലാത്ത പടക്കം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. അടുത്ത വരിയാണ് കറക്റ്റ്. ശരിക്കും ഇത് എടുത്തിട്ട് എന്തിനാ ഈ പാട്ടിന്റെ ഇന്നൊന്നും ഇല്ലെന്നാണോ തുടക്കം വെച്ച് ആദ്യം നമ്മളിപ്പോ ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ അടക്കം പൊട്ടിച്ചു തുടങ്ങി. പടക്കങ്ങൾ പൊട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരാളും കൂടെ ഉണ്ടല്ലോ, ആരാ? ചായച്ചേട്ടന്റെ ടീമിൽ ഒരാളും കൂടെ ഉണ്ടല്ലോ. ആണോ? ആ, അതാരാ? ഒരാളും കൂടെ ഉണ്ട്. മനീഷ ചേച്ചിയുടെ ടീമിലാണോ? എന്റെ ടീമിലായിരിക്കും. ക്രിസ്മസ് വരെ വിളിക്കൂ എന്റെ ടീമിൽ. അത് പൊളിഞ്ഞു. അതങ്ങനല്ലടാ. അല്ല ചീറ്റിപ്പോയി. കളിക്ക്. ആ ആ ആ ആ ആ ആ അതും കളറായിരുന്നു. ഓക്കേ. അപ്പോഴും പടക്കം പൊട്ടി. അതെ, പപ്പാനി വന്നപ്പോഴും പടക്കം പൊട്ടി. പപ്പാനി രണ്ട് വാക്ക് സംസാരിക്കും. ഇപ്പത്തെ ന്യൂജൻ പപ്പാനികളൊക്കെ ഇങ്ങനെയാണ്. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂജൻ പപ്പാനി ഏഞ്ചലും. അല്ല എനിക്ക് തോന്നുന്നു ബാച്ചിലായിരുന്നു തോന്നുന്നു ഇങ്ങനെ അല്ല ഇത് ഏതാണ്ട് ക്രിസ്മസ് ട്രീന്ന് എടുത്തിട്ട് വന്നത്. അല്ല ഇതേ വേറെ സംഭവമുണ്ട്. ഇതൊക്കെ നമുക്ക് പണിയാവൂട്ടാ. അതെ വേണ്ട മിണ്ടണ്ട, പറഞ്ഞോളൂ. പപ്പാനി രണ്ടു വാക്ക് പറ. ഈശോ ക്രിസ്മസ് ഉണ്ട്. ഓക്കെ താങ്ക് യു ഇപ്പൊ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം കേട്ടോ ഈ എപ്പിസോഡ് തീരുന്ന വരെ. ഉറങ്ങരുത്. ഇപ്പൊ പോണ്ട, ആ സൈഡിൽ നിന്നോ. ക്രിസ്മസ് കഴിയുമ്പോ ന്യൂ ഇയർ ആവുമ്പോ ഒരൊറ്റ കത്തിക്കലാണ് കത്തിക്കും. അവിടുന്ന് ഡയറക്ടർ വാടകയും കൂടെ. അടിപൊളി. അടിപൊളി. സോ അങ്ങനെ പപ്പാനിയൊക്കെ വന്നു. അങ്ങനെ നമുക്ക് ആഘോഷങ്ങൾ തുടങ്ങിയാലോ? തുടങ്ങാം. എന്തുകൊണ്ട് തുടങ്ങുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങളൊക്കെ. അപ്പൊ പപ്പാനി വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഒരു പപ്പാനി കോമ്പറ്റീഷൻ വെച്ചാലോ? പപ്പാനി കോമ്പറ്റീഷനോ? ദ ബെസ്റ്റ് ക്രിസ്മസ് പപ്പ ആരാന്ന് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഏത് ടീമാണ്, ലാത്രിയാണോ പൂത്തിരിയാണോ എന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ രണ്ട് ടീമിന് ഓരോ സെറ്റ് കോസ്റ്റ്യൂം തരും. 90 സെക്കൻഡ് ടൈമാണ് നിങ്ങൾക്ക് ഡ്രസ്സപ്പ് ചെയ്യാൻ. ഒരാളാണ് പപ്പാനി ആവേണ്ടത്, അത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാം 90 സെക്കൻഡിനുള്ളിൽ തീർക്കണം.
എടുക്കണം. ആൻഡ് 90 സെക്കൻഡിന് ശേഷം ഡ്രസ്സപ്പ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സോങ് പറയുക, ഒരു ഡാൻസ്. ഓക്കെ 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 Ready? റെഡി? അപ്പൊ കോസ്റ്റ്യൂം വന്നിട്ടുണ്ട്. ഓ മൈ ഗുഡ്നെസ്, എല്ലാം വളരെ പെട്ടെന്നാണല്ലോ. ഒരു ടീമിന് ഐശ്വര്യമായിട്ട് പിടിച്ചോളൂ. ഓക്കെ, അടുത്ത ടീമിന്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യട്ടെ. ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. സാധനമൊക്കെ ഇത് വൃത്തി നോക്കട്ടെ. എല്ലാം ഉണ്ടോന്ന് അവസാനം പഞ്ഞിയുണ്ടോ? ഇല്ലല്ലേ. എല്ലാം ഞങ്ങൾ അങ്ങനെ പറ്റിക്കില്ല. യെസ്, ചെക്ക് ചെയ്തല്ലോ, എല്ലാം ഇല്ലേ? അപ്പം ടീം ലാത്തിരി ആൻഡ് ടീം പൂത്തിരി, നിങ്ങൾക്കുള്ള കോസ്റ്റ്യൂം കയ്യിൽ കിട്ടിയല്ലോ. Yes. അപ്പൊ ബെല്ലടിക്കുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളുടെ ടൈം കഴിഞ്ഞു എന്നാണ്. എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത്? റെഡി ആക്കണം. ഓക്കെ സോ സ്റ്റാർട്ട് ചെയ്യട്ടെ. സോ റെഡി, 1 2 3 സ്റ്റാർട്ട്. പിടിച്ചോട്ടെ, എന്നെ പിടിച്ചോട്ടെ. പിടിച്ചു പിടിച്ചു പിടിച്ചു. കഴുത്തി വിട്ടോ. ഇത് ഞാൻ കഴുത്തി കൂടി ഇടുവാണേ. 90 സെക്കൻഡ്സ് ആട്ടോ ടൈം. എത്രയും പെട്ടെന്ന് മാറ്റത് അവര് കെട്ടിക്കോളും. എടാ കേട്ടടി കേട്ടടി, ഇത് കേട്ടോ. ക്യാപ്പ് വെച്ച് ക്യാപ്പ് വെച്ച്. പോയി ചേച്ചി, അത് പിന്നെ പോയി. തൊപ്പി വെക്കണ്ട. കൈ കെട്ടി കൈ വെച്ചു. കഴിയാറായിട്ടോ കുറച്ച്. നീ അത് ഇട്ട് കൊടുക്ക, അത് ഇട്ട് കൊടുക്ക. പിന്നീടാ. നെക്സ്റ്റ് 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 ക്ലോസ് ക്ലോസ് ഇട്ട്. ക്ലോസ് ഇട്ട് ക്ലോസ് ഇട്ട്. എല്ലാവരും ഇത് വേണം. സഞ്ജി രാത്രി ഇത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. പൂത്തിരി ഏകദേശം മാസ്ക് ഒക്കെ വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, സെറ്റായോ? തീർന്നു. കഴിച്ചു കഴിച്ചു. ഞങ്ങൾ റെഡി. പക്ഷേ ടീം രാത്രിയാണ് ടൈമിന് മുന്നേ ഫുൾ ഡ്രസ്സപ്പ് ചെയ്ത് നിന്നത്. ഓക്കെ, ടീം നോക്കിയേ, അങ്ങനെ തന്നെ പോട്ടെ. ഇനി അഞ്ചന അങ്ങനെ തന്നെ കേട്ടെ. അപ്പൊ അന്ന് ഇതിന് പാകമില്ല. അതല്ല, അത് ഇട്ട് നോക്കാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? അത് വേണ്ടാന്ന്. അങ്ങനെ വേണം ഇടാൻ. ഇവിടെ പാകുന്നല്ല, വലിച്ചെറിയത്. ഒരു ഇംഗ്ലീഷ് സിനിമയില് ഇതിന് വാളക്കെട്ട് കൊല്ലാൻ വന്ന ഒരാള് അതേപോലെ ആ ശാസ്ത്രം നിങ്ങൾ രണ്ട് ടീം ഇത് വേറെ സത്യം അറിയില്ല. ഒറിജിനൽ പിന്നെ എന്താണ് പപ്പാഞ്ഞി പപ്പാനി ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഇത് കേട്ടിട്ട് ഭയങ്കര ഒരു എന്താ പറയാ, എടി, നിനക്ക് വേണ്ടി തയ്പ്പിച്ചു വെച്ച പോലെ. തയ്പ്പിച്ച പോലെ ഉണ്ടല്ലേ? ഇല്ല. പക്ഷെ ഇവര് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ ഇറക്കാനല്ലേ. ഞങ്ങളുടെ നൂല് അപ്പൊ പിന്നെ പിന്നെ കേറി ഞങ്ങൾക്ക് പോയി, ഭയങ്കര ഞങ്ങൾ ഈസിയായിരുന്നു. കഷ്ടപ്പെട്ടു. നിനക്ക് അറിയാത്തോണ്ടല്ലേ ആ ശ്വാസം മുട്ടിക്കുന്നവരുടെ ഓക്കെ ഓക്കെ, ഒള്ളി പോസ്. അപ്പൊ രണ്ട് ഒന്ന് ബാക്കിലേക്ക് ഓക്കെ. അപ്പൊ രണ്ട് പപ്പാനീസ്, ലാത്രി ആൻഡ് പൂത്തിരി, രണ്ട് ടീംസിന്റെ പപ്പാനീസ് റെഡി ആയിരിക്കാണ്. ഇവരുടെ ഒരു ഡാൻസ് അല്ലേ? അതിൽ നീ പൊളിക്കണം. ലാത്രിന്റെ പപ്പാനീനെ വിളിക്കാണ്. ഇത്ര വാർത്തകളിൽ നമ്മൾ തരും. കണ്ടോ അവര് ഒന്നൊന്നര പപ്പാഞ്ഞില്ലേ നോക്കിയേ. പപ്പാനിക്ക് എന്തെങ്കിലും സോങ് സജഷൻ എന്തെങ്കിലും ഉണ്ടോ? വെച്ചാലും കളിക്കും. എന്ത് മ്യൂസിക് ഇട്ടാലും ഈ പപ്പാനി കളിക്കും. ഓ പാവടി. Okay, സാരമില്ലടാ. ശ്വാസമൊക്കെ കിട്ടുന്നില്ല. അടുത്ത ഓക്കെ. ഞങ്ങൾ തുടങ്ങിക്കോട്ടെ. ഇല്ല അത് ടീം ലാത്രിയാണ് കളിക്കുന്നത്. ആദ്യം ടീം ലാത്രിയാണ് കളിക്കുന്നത്. കീറി തുടങ്ങിട്ടോ. തിരിഞ്ഞു പോയെന്നേ. ഈ കൈപ്പത്തിയൊക്കെ തിരിഞ്ഞു പോയി. ഇത് ടീം ലാത്രി ഓക്കെ റെഡിയാണ്. പപ്പാനി റെഡിയാണ്. മ്യൂസിക് വരട്ടെ. ഇതിലൊരെണ്ണത്തിൽ വരലില്ലേ? കളി. അയ്യേ കൂറപ്പാട്ട്. എന്ത് മ്യൂസിക് ഇട്ടാലും പോയി പോയി പോയി. ഞാനുണ്ട്. മോളി പോ. കാണുന്നുണ്ടോ? എനിക്കണോക്കെ
അടിപൊളി. രക്ഷയില്ലാത്ത പപ്പാനി. ആ പൊളിച്ചു പൊളിച്ചു. പൊളിച്ച് പൊളിച്ച് പൊളിച്ച്. പപ്പാനി പൊളിച്ച് ഒരു രക്ഷയില്ല കേട്ടോ. പപ്പാനി അനുഗ്രഹിക്കണം അടുത്ത കാലം. പെർഫോമൻസ് ഉണ്ടല്ലോ. ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ, എന്റെ പാന്റ് ദിവസമാണ് ഇത്രയും കളിക്കാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാർ പറഞ്ഞോളൂ. റെഡിയാണോ ടീം പൂത്തിരി? റെഡി റെഡി റെഡി. എടാ, പൂത്തിരി ആയിരിക്കണം. വെടിക്കെട്ട് പപ്പാനി വരെയാണ്. വന്നോട്ടെ. വന്നോ വന്നോ. കണ്ണൊക്കെ കാണാൻ പറ്റില്ലല്ലേ? നല്ല പാട്ട്. ഹായ്. തന്നേടാ പറ്റുള്ളൂ. ഡാൻസ് വരാണ്ടിരിക്കാൻ വേണ്ടി എടുത്തതാ. ഇനി മനസ്സിലാണ് പോവില്ല. ഇതൊരു step ആണ്. എനിക്ക് എനിക്ക് ഡാൻസ് പാട്ട് വരും. പപ്പാഞ്ഞ് തുമ്പി തുള്ളത് ആദ്യം. അല്ല ഈ step ഇത് മനസ്സിലായില്ല. പപ്പാജി കളിക്കാൻ ബുദ്ധിമുട്ടാക്കി ഡാൻസ് വരുമ്പോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കോമ്പറ്റീഷൻ പപ്പാനി കോമ്പറ്റീഷൻ വിജയകരമായി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ വിന്നർ നമ്മൾ അടുത്തേല്. പാട്ട് മത്സരം. ആ കോൺഫിഡൻസ് നല്ലതാണ്. സോ ലാത്തിരിയാണ്, ലാത്തിരിയുടെ പപ്പാനിയാണ്. അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു. അവർ ടൈമിന് കൺഗ്രാറ്റുലേഷൻസ് പപ്പാനി. ടൈമിന് ഇവര് 3 പേരും ഡ്രസ് അതെ സപ്പോർട്ട് ചെയ്തു. നമ്മള് വീട്ടിലൊക്കെ ഇത് തന്നെ ചെയ്യണം. വീട്ടിലൊക്കെ നമ്മൾ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ലാത്തിരി. കൺഗ്രാറ്റുലേഷൻ. Thank you. ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. കയ്യിൽ മാത്രം സോ ലാത്തിരി 1 പോയിന്റ്, പൂത്തിരി 0. മൊട്ട. ഇല്ല, ഞങ്ങൾ അടുത്തതാണ് പിടിക്കും. ആദ്യം മുട്ട ഉണ്ടായിട്ടാണല്ലോ. ഫസ്റ്റ് ഒന്ന് ഈ ആളി കത്തുന്ന തീ പെട്ടെന്ന് അണയും. ഈ സാവധാനം കത്തുന്ന തീയെ ആളി കത്തത്തുള്ളൂ. നമ്മള് പതുക്കെ കത്തത്തുള്ളൂ. അങ്ങനെയാണ് മനീഷ ചേച്ചി പറഞ്ഞേക്കണേ. അരമണിക്കൂറേ എപ്പിസോഡുള്ളൂ. ഒറ്റടിക്കാണ് കത്തിപ്പോയിക്കുന്നത്. 15 മിനിറ്റ് കഴിയുമ്പോഴേ കത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗെയിമിലേക്ക് കടക്കുന്നതിന് മുന്നേ ചേട്ടന്റെ ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെയാ? പ്രേക്ഷകരോട് ഒന്ന് പറയാമോ? അല്ല, നോർമലി വീട്ടില് പുൽക്കൂട് കാര്യങ്ങളൊക്കെ വെക്കുക. അതുപോലെ തന്നെ ക്രിസ്മസിന്റെ ദിവസം ചെറിയ നോൺ വെജ് ഒക്കെ കഴിക്കുക. ഇതൊക്കെ തന്നെ ആഘോഷം. ഇപ്പൊ പുൽക്കൂടിന്റെ ഒക്കെ ഏത് സ്റ്റേജ് എത്തി? ഇപ്പൊ പുൽക്കൂട് കഴിഞ്ഞ വർഷമായിരുന്നു. ഞാനും വൈഫും കൂടി പുൽക്കൂട് ഒരുക്കിയിട്ട് ഉണ്ണിയേശന് 12 മണിക്ക് ശേഷമാണല്ലോ വെക്കാൻ. അപ്പൊ ഞങ്ങൾ രണ്ടുകൊണ്ട് പുൽക്കൂടൊക്കെ ഇട്ട് റെഡിയാക്കിട്ട് അപ്പൊ ഉണ്ണിയേശന് രാത്രി 12 മണിക്ക് ശേഷമല്ലേ വെക്കാൻ. അപ്പൊ കാറിന്റെ മുകളിൽ വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടി സെറ്റ് ആയി നമുക്ക് ഇച്ചിരി റെസ്റ്റ് ചെയ്തിട്ട് വരാൻ പോയി കിടന്ന് രാവിലെ 8:30 തണുത്ത് വിറച്ചിരിക്കുന്നു. കാലിത്തൊഴിലല്ലേ ഇത്, കാറി തൊഴിൽ. അല്ല, അങ്ങനെ ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് കാരണം നമ്മൾ ഈ പ്രാവശ്യം എല്ലാം കറക്റ്റ് ചെയ്ത് പോകും. ആ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലോ. കാറിന്ന് ഇറങ്ങാനേ പറ്റില്ല. കാറിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, കാറിട്ട് കേറാൻ പറ്റിയിട്ടില്ല. അല്ല, അത് അങ്ങനെ അബദ്ധങ്ങൾ ഇഷ്ടം പോലെ പറ്റൂട്ടോ. ഈ ഞാൻ ഇതുപോലെ തന്നെ പപ്പാഞ്ഞി കളിക്കാൻ പോയി. പപ്പാഞ്ഞി കളിക്കാൻ ചെന്ന് കഴിയുമ്പോഴത്തേനും വലിയ വീട്ടിലെ കാണാം. അപ്പൊ കൂടെ പഠിക്കുന്ന പെൺപിള്ളേരൊക്കെ ഉണ്ട്. ചെന്നപ്പോ ഒരുത്തം പറഞ്ഞ് പാട്ട് ഞങ്ങൾ പാടിക്കൊള്ളാന്ന് പറഞ്ഞ് ചെടിയുടെ മറയിലിരിക്കേ. ഞാനും വേറെ നിന്നെ തുള്ളു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞോണ്ട് ഇത് തന്നെ പറഞ്ഞോണ്ട് പാട്ട് വന്നില്ല. ഈ പെങ്കൊച്ചിറങ്ങി വന്നപ്പോ ഉമ്മാര് ഓടിക്കളഞ്ഞു. പാട്ടില്ലാതെ ഞങ്ങൾ മാത്രം നിന്നിട്ട് കാണിച്ചിട്ട് അവസാനം ഇവരെ എന്നെ പൊക്കി കാണിച്ചു. ഇവനാണ്, നിനക്ക് കളിക്കാൻ അറിയില്ല പോകുന്നുണ്ട്. കൂട്ടുകാരത്തിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ മേടിച്ചു കൂട്ടിട്ടുണ്ട്. അല്ല, ചേട്ടൻ സ്നേഹിച്ചാണല്ലോ കിട്ടിയത്. അപ്പൊ ആ ടൈമിൽ പപ്പാനിയായിട്ട് ചേച്ചിയുടെ രശ്മി ചേച്ചിയുടെ വീട്ടിലൊക്കെ ചെന്നിട്ടുണ്ടോ? അല്ല, അത് വേറെ ജില്ലയിലല്ലേ, വേറെ സ്ഥലത്ത്. കഥ വേറെ. പപ്പാഞ്ഞി കളിക്കാൻ വൈഫിന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? അപ്പൊ തന്നെ പോകണ്ടല്ലോ. ഞാൻ വഞ്ചിക്ക് പോണം, പനങ്ങാട് വരും. അപ്പൊ അടുത്ത ക്രിസ്മസ് വരും അവിടെ. പിന്നെ ഓണത്തിന് വിഷുക്കണി തിരിച്ചു വന്നോ, അല്ലെ കൃഷ്ണനായിട്ട് വന്നോ? ചേച്ചി ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ക്രിസ്മസ് ദിവസം എന്തൊക്കെ ചെയ്യാറ്?
ക്രിസ്മസിന് ഇപ്പം ഈടെയായിട്ട് അങ്ങനെ കാര്യമായ അല്ല, പ്രോഗ്രാം എല്ലാ ഈടെ ആക്ച്വലി അല്ല ഞാൻ വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ മുമ്പൊക്കെ വീട്ടിലാണ് ഇപ്പൊ ഫ്ലാറ്റിലാണ് അപ്പൊ വീട്ടിലാവുന്ന സമയത്ത് ക്രിസ്മസ് ട്രീ ഒരുക്കലും പരിപാടികളും സ്ഥിരമായിട്ട് എല്ലാം ചെയ്യാറുണ്ടായിരുന്നു സ്റ്റാർ ഒക്കെ നമ്മൾ പോയി ഓരോ സെലക്ട് ചെയ്ത് വന്ന് വെക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷെ ഇപ്പം ഫ്ലാറ്റിനകത്തോട്ട് മാറിയതിനു ശേഷം അങ്ങനെ പ്രത്യേകിച്ച് കോമൺ ആയിട്ടൊരു പുൽക്കൂട് ഉണ്ടാവും എല്ലാം അവിടെ Common ആയിട്ട് ഒരു ഉണ്ടാവും. അപ്പൊ tree അതിന്റെ ഉണ്ടാവും. അത്രേ അതുപോലെ ഉള്ളൂ അവസ്ഥയാ. ഇപ്പൊ ഫോട്ടോസ് എന്താ വെച്ചാൽ പുറത്തൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ലുലുലു എവിടെയെങ്കിലും പോണ സമയത്ത് അവിടെ ട്രീ കാണുമ്പോൾ അതിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും ക്രിസ്മസിന് പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യും അല്ലേ അതെ, അതെ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ Happy post ചെയ്യും, Merry Christmas. അല്ല അതൊക്കെ ശരിക്കും ഓരോരോ ചേഞ്ചസ് ആണ് അതെ, കേട്ടോ. അതെ, അല്ലേ? അതെ. നമ്മുടെ എല്ലാം ലൈഫിന്റെ ഓരോ ചേഞ്ചസ് ആണ്. കാലഘട്ടത്തിന്റെ മാറ്റം. അതെ Okay. ബൈഷുണ്ട് എന്റെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നോർമൽ എല്ലാവർക്കും പറയാനുള്ള കൂടുതലൊന്നുമില്ല കാരണം രാവിലെ നമ്മള് ക്രിസ്മസിന് ക്രിബ് സെറ്റ് ഉണ്ടാക്കുക നമ്മുടെ തലയിലാണ് അന്നും ഇന്നും രാത്രി കുർബാനയ്ക്ക് പോവോ പാതിര കുർബാനക്ക് പോകും ആ. അത് കാരണം ഉച്ചക്ക് തന്നെ പോയിട്ട് അല്ലല്ല, ഈ ക്രിസ്മസിന് സാധാരണ നമുക്ക് ഒരു പരിപാടികളൊക്കെ ഉണ്ടാവില്ല ചെറിയ പരിപാടി ഉണ്ടാവില്ല കൊയറും ഇതൊക്കെ. പക്ഷെ എനിക്ക് അടിക്കാൻ പറ്റില്ല കാരണം വേറെ ഒന്നുമല്ല പാതിര കുർബാനക്ക് പാടാൻ പോണം കൊയറുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തിയട്ടെ ഞാൻ പരിപാടിയല്ല കുർബാന നിർത്തി. കുർബാന നിർത്തി. വെള്ളോടിയോ അതെങ്ങനെ നിർത്തും പിന്നെ ഈ പറയുന്ന പോലെ നമ്മള് ക്രിബ് സെറ്റ് ഉണ്ടാക്കുക അതൊക്കെ ഒരു ആഘോഷമാണ് ശരിക്കും അല്ലെ അതെ. പുല്ലൊക്കെ അതെ. വെട്ടിക്കൊണ്ടുവന്ന് സ്ക്വയറിൽ വെട്ടിക്കൊണ്ടുവന്ന് വെക്കുക പിന്നെ കടുക് മുളപ്പിച്ചിട്ട് അതിങ്ങനെ അതെ 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 തീന തീന അഞ്ജന ചേച്ചിയുടെ വിശേഷം ആ അവര് 5 ആനനെ നിർത്തി വിളിച്ചു. അത് രാവിലെ ഞാൻ എനിക്ക് ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാ ആ. പിന്നെ പുൽക്കൂട് ഉണ്ടാക്കും 12 മണിക്ക് അലാറം വെച്ചിട്ടാണ് ഉണ്ണിയേശുവിനെ വെക്കുക പക്ഷെ ഒരു തവണ ഉറങ്ങിപ്പോയി അലാറം അടിച്ചില്ല ആ അലാറം അടിച്ച കേട്ടില്ല ഉറങ്ങിപ്പോയി രാവിലെ നോക്കിയപ്പോ പൂച്ചക്കുട്ടി ഇരിക്കുന്നു ഉണ്ണിയേശു എല്ലാം തള്ളി താഴെയാണ് ഇത്തവണ പിന്നെ പ്രോഗ്രാം ഒന്നും ഇല്ലാത്തോണ്ട് ഈ പപ്പാനിയുടെ ഡ്രസ്സ് തന്നോട്ടെ നമുക്ക് സംഘം ചേർന്ന് കരോട് പ്രോഗ്രാം ഇല്ലല്ലോ ഉള്ള പ്രോഗ്രാം ഇങ്ങനെയുണ്ട് നേരെ ഇപ്പഴേ അങ്ങ് വിട്ടാ മതിയായിരുന്നു ഇന്ന് പറഞ്ഞത് ആ ഇന്ന് ഇപ്പഴേ അങ്ങ് വിടാം നമുക്ക് ഈ തലം തൊട്ട് ആ തറ്റം വരെ എന്റെ വീട്ടിലൊരിക്കൽ ഇതുപോലെ ഈ പപ്പാനി കൊള്ളാൻ വരുമ്പോഴേ ഇവരുടെ ഡാൻസ് കാണാനാണല്ലോ അതെ, അതെ, അതെ. ഇവര് 2 തട്ട് കെട്ടിട്ട് പോവുക പൈസ ചോദിച്ചു ഞാൻ പറഞ്ഞു നീ ഡാൻസ് ചെയ്തിട്ട് പോയാ മതി പൈസ കൊടുത്തു 20 രൂപ കൊടുത്തു പക്ഷെ ഡാൻസ് ചെയ്തിട്ട് പോയതാണ് അവന് സ്റ്റെപ്പ് കളിപ്പിച്ചിട്ടേ ഞാൻ വിട്ടുള്ളൂ അവിടെ നമുക്ക് അത് കാണാനാണല്ലോ ഇഷ്ടം അതെ ഒരു ഷോയിന് 50,000 രൂപ കൊടുത്താൽ പിന്നെ അവര് വരില്ല അങ്ങോട്ട് പോകണ്ട പുള്ളി പറഞ്ഞ കാര്യം ഞാൻ കരോള് വന്നല്ല ഭിക്ഷ ആ ഭിക്ഷക്കൊന്ന നീ കളിച്ചിട്ട് പോയാ മതി. പാത്രത്തിട്ട് കൊട്ടി ദൂരേന്ന് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണോ അതെ ഓക്കെ അപ്പൊ നമ്മുടെ പൂത്തിരിയുടെ വിശേഷങ്ങൾക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു ഗെയിമിലേക്ക് പോവാം ആ ഗെയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരോൾ സോങ് കോമ്പറ്റീഷൻ ആണ് ഓക്കെ ഓരോ ടീമിന്ന് ഒരാള് ചൂസ് ചെയ്യാം ഓക്കെ അവര് കരോൾ സോങ് പാടുക ഏറ്റവും നന്നായിട്ട് പാടുന്ന ടീമിന് 1 പോയിന്റ് അത് പിന്നെ പിടിക്കാൻ പറ്റുമോ അതിനെ അല്ല അവിടെ വേറെ ഗതിയില്ലെങ്കിൽ ഞാൻ സ്വന്തം വീട്ടുകാരൊക്കെ ചേർന്നൊരു നാട്ടുകാരൊന്നും കാണുന്നില്ല. കൊയർന്ന് പറഞ്ഞാൽ ഒറ്റക്കല്ല കുറെ ആൾക്കാരുണ്ട് എന്നാലും കുഴപ്പമില്ല അതൊന്നുമില്ല ഇവിടെ ഞാൻ പയറ് പോലെ പറഞ്ഞു നേരത്തെ മനസ്സിലാക്കിയിട്ടാ തോന്നുന്നു അടുത്ത ഞങ്ങള് ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ മനസ്സിലായല്ലോ റൂൾസ് ഒക്കെ മനസ്സിലായല്ലോ ഒരു ടീമിൽ നിന്ന് ഒരാള് ഇഷ്ടമുള്ള ഒരു കരോൾ സോങ് പാടുക ഓക്കെ ഏറ്റവും നന്നായിട്ട് പാടുന്ന ടീമിന് 1 പോയിന്റ് ഓക്കെ അപ്പൊ ടീം രാത്രി വേണോ പൂത്തിരി വേണോ പൂത്തിരി ഞങ്ങൾ പറഞ്ഞു പോയി പോയിന്റ് വാങ്ങിച്ചാൽ അല്ലല്ല ഞങ്ങൾക്ക് ഓപ്ഷൻ ഞങ്ങളാണ് ഓപ്ഷൻ തരേണ്ടത് അതെ അവർക്ക് കൊടുക്കും ഓക്കെ ലിറിക്സ് വേണം ലിറിക്സ് അപ്പം കരോൾ സോങ് കോമ്പറ്റീഷന്റെ ടീം പൂത്തിരി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ മനീഷ ചേച്ചി സെറ്റ് അല്ലേ ഓക്കെ ഇത് ഞാനും കെസ്റ്ററും കൂടി ചേർന്ന് പാടിയ ഒരു ക്രിസ്മസ് പാട്ടാണ്. ഓക്കെ ബത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിതാ ഉണ്ണിയേശുവിൻ തിരുജന്മഗേഹമായി മരികമയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം കുളിരുമറന്നു മനസ്സു തുറന്നു സ്തുതിച്ചു പാടിടാം ബത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിതാ ഉണ്ണിയേശുവിൻ തിരുജന്മഗേഹമായി വരികമയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം കുളിരുമറന്നു മനസ്സു തുറന്നു സ്തുതിച്ചു പാടിടാം
സൂപ്പർ. ജസ്ട്രേട്ടനും മനീഷും കൂടി പാടിയ അതെ. ഇത് ഞാൻ പാടാൻ പോകുന്നത് ഞാനും യേശുദാസും കൂടി പാടി. യേശുദാസ് ഒറിജിനൽ പാടി, ഞാൻ വീട്ടിൽ പാടി. ടീം ലാത്തിരി. ഓക്കെ ഓക്കെ. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. പൊളിച്ചു 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 രണ്ടുപേരും നല്ലോണം പാടി. താങ്ക് യു. അല്ല ഇതില് ചേട്ടന് നല്ലോണം പാടി, മനീഷ ചേച്ചി സൂപ്പർ ആയിട്ട് പാടി. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം, നല്ല അസലായിട്ട് ബൈജു പാടിയിട്ടുണ്ട്, Thank you, thank you. സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഒരു എന്താ പ്രോ സിംഗറിന്റെ അടുത്ത് തന്നെ ഒരു അസലായിട്ട് പാടി. മതി. അതെ, എനിക്ക് അത് അതന്നെ മതി. സമ്മാനമായി. മതി. അപ്പൊ Point ഞങ്ങൾ അവിടെ കൊടുത്തു. ഈ ഒരു കോമ്പറ്റീഷന് 2 പേർക്കും ഒരേ ഒരു പോയിന്റ് കൊടുക്കാം അല്ലെ? ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. Thank you. ഇങ്ങനെയുള്ള ഗെയിമൊക്കെ കോമ്പറ്റീഷൻ ആണ്. അങ്ങോട്ട് വന്നേ. അങ്ങനെ പൂത്തിരി 0 നിന്ന് പൂത്തിരി 1 ആയി. എത്തിച്ചു. നമ്മളെ തിരികൊടുത്തു. അതെ, തിരികൊടുത്തി തുടങ്ങി. 2 points. Thank you. 2 points ആണ്. ഓക്കെ, മനീഷ ചേച്ചിയുടെ ക്രിസ്മസ് എപ്പോഴെങ്കിലും സ്റ്റേജ് ഷോ അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് എപ്പോഴെങ്കിലും December 25th ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടോ? 100%. ഞങ്ങള് കലാകാരന്മാർക്ക് മിക്കവാറും, അതായത് ഈ കൊറോണയും പ്രളയമൊക്കെ വന്നതിന് ശേഷമാണ് ഇത്തരം ഉത്സവങ്ങളിൽ നമുക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നത്. അതുവരെയും ഞങ്ങൾ കലാകാരന്മാരുടെ ആഘോഷം എന്ന് പറയുന്നത്, അതിപ്പോ ന്യൂ ഇയർ ആണെങ്കിലും ഓണം ആണെങ്കിലും വിഷു എന്ത് ആഘോഷമാണെങ്കിലും ഞങ്ങൾ സ്റ്റേജിലായിരിക്കും. അതെ, പൊതുജനങ്ങളോടൊപ്പം ആയിരിക്കും. നിങ്ങളുടെ വീട്ടിലല്ലേ ഇതെല്ലാം ആഘോഷിക്കുന്നത്? ഒരു വർഷം ഒരു നാട്ടിലായിരിക്കും. അതെ അതെ അതെ. പല പല നാടുകളിൽ, ഒരുപാട് ദേശങ്ങളിൽ, അല്ലെ, പല പക്ഷെ ഐറ്റോക്ക് ഒന്ന് തന്നെ. അതെ, ഐറ്റൊക്കെ ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ അതെ, പറ്റും. വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഇപ്പോ ക്രിസ്മസിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം, ക്രിസ്മസ് എന്നല്ല, എന്ത് ആഘോഷവും ജീവിതം പോലും. ഇപ്പൊ ഞാനൊരു അമ്മയാണ്, ഞാൻ 50 വയസ്സായ ഒരു സ്ത്രീയാണ്. എൻ്റെ 2 മക്കളും വളർന്ന് വലിയ കുട്ടികളായി. അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ ജീവിതത്തിലേക്കായി. അപ്പോ പാരൻസ് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ പലപ്പോഴും. ആഘോഷങ്ങളെന്നല്ല, ജീവിതത്തില് മിക്ക പാരൻസും, അത് ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരെ ഒറ്റപ്പെടുത്തുന്നതല്ല, ജീവിതം കൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോയതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല. അപ്പൊ ഈ ഞാനിപ്പോ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, പലപ്പോഴും ഈ മതിൽക്കെട്ടുകൾ ഒരുപാട് ഉള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹത്തിന്റെ ഒരു സന്ദേശം ഈ ഒരു സമയത്ത് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അമൽ ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു ക്രിസ്മസ് ഇതായിരിക്കും. അതെ, ഇത് കഴിയുമ്പോഴായിരിക്കും. അല്ലാണ്ട് അല്ല, എല്ലാ ആഘോഷങ്ങളും നമ്മള് മറക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എല്ലാവരും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ എപ്പോഴും പ്രോഗ്രാമൊക്കെ ആയിരിക്കും എവിടെയെങ്കിലും. ഞാൻ ബേസിക്കലി തിയേറ്റർ ആർട്ടിസ്റ്റ്, അപ്പൊ എവിടെയെങ്കിലും പ്ലേകളൊക്കെ ആയിട്ട് യാത്രകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാ ഓർമ്മകളുണ്ട്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എവിടെ, വീട്ടിലാണോ? പ്രാവശ്യം ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. പൂത്തിരി കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അടുത്ത ദിവസം ഷോ. അതെ,
അത് ശരി ഏത് നാടകം നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ വേണം. ശുദ്ധമതല ഇപ്പൊ നാടകത്തിന് മുമ്പുള്ളതിനെക്കാട്ടും കൂടുതൽ ഒരു ഡിമാൻഡ് ഉണ്ട്. അതെ, അതെ. അതിപ്പോ സിനിമ പോലെ വേറെ രീതിയിൽ വരാൻ സാധ്യത വർക്ക് ഉണ്ട് അവർക്ക്. പണിയുണ്ട്. നമുക്ക് പണിയുണ്ട്. അപ്പൊ മെഗാ ഷോ എന്ന് പറഞ്ഞ് പിടിച്ചിട്ട് 4 മിമിക്രിക്കാരെ ഇവിടുന്ന് 2 ഡാൻസുകാർ അവിടുന്ന് പാട്ടുകാർ ഇവിടുന്ന് വന്ന മെഗാ ഷോ ആയി. പക്ഷെ ഇതല്ല. ഇതല്ല. ഇപ്പൊ ഇനി നമ്മളോട് ചോദിക്കും പരിപാടി ഉണ്ടോ? ആ, ഇല്ല. ഒരു മടിയില്ല പറയാൻ. അല്ല മറ്റേ ചാനലിൽ സ്കിറ്റ് കേൾക്കുന്ന പോലെ സ്റ്റേജിൽ കേൾക്കാനുള്ള ഏക്കൂല. നിന്ന് ചാനലിലാകുമ്പോ ടിവിയിൽ കണ്ടിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് ടിവിയിൽ Comment ഇടാൻ മാത്രല്ലേ നമ്മള് പരിപാടി പൊളിഞ്ഞു. കോട്ടാണല്ലോ. ഇത് അപ്പയാണല്ലോ റിസൾട്ട്. കാത്തിരിക്കേണ്ട കാര്യമില്ല. അതല്ലേ പറഞ്ഞാലും വേണ്ട. ലൈവായിട്ട് എന്നിട്ട് സ്കിറ്റ് കളിക്കണം. കള്ളുകൂടിയം കളിക്കേ. കള്ളുകൂടിയം ഭയങ്കര കളി. പുറത്ത് ആരും ചിരിക്കണില്ല. കമ്മിറ്റിക്കാർ കൈയും കെട്ടിയിട്ട് ഇവര് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇടയ്ക്ക് ഏതോ ഒരുത്തൻ ചിരിച്ചപ്പോ ആരാ ചിരിക്കണത്? കോമഡി കാണിക്കും. മിണ്ടിപ്പോരും. അവസ്ഥയിലായി. ഫ്രണ്ടിലേക്ക് ചില വലിയമാര് മണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ സ്കിറ്റ് നല്ല കൗണ്ടർ അടിക്കുമ്പോ അപ്പൊ നമ്മുടെ ഇത് കാണുമ്പോ നമ്മുടെ അവസ്ഥ നോക്കിയാ തല്ലും വേണ്ട ഒന്നും വേണ്ട. ചെറിയൊരു റിയാക്ഷനിൽ തീർക്കും നമ്മളാ. ഞാനൊരു പ്രോഗ്രാം ഒരു മിഠായിയുടെ ലോഞ്ചിങ്ങാ പരിപാടിക്ക് വേണ്ടി ചെന്നേക്കുവാ. നമ്മുടെ പരിപാടി സമയത്ത് ഭക്ഷണം കഴിക്കാൻ വിടരുതിട്ടാന്ന് പറഞ്ഞു. അല്ല ഞാൻ പ്രോഗ്രാം ചെയ്യൂലെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പരിപാടി കഴിക്കാൻ ഞാൻ രാജേഷ് ചെല്ലുവാ. ഒരു വലിയ മിഠായിയുടെ കമ്പനിയാ. ആ ചെന്നപ്പോ അവരുടെ പരിപാടി കഴിഞ്ഞപ്പോ എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ പോയി. 5 പേര് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കയറൂലെന്ന് പറഞ്ഞു. 5 പേരിൽ 2 സായിപ്പ്. ഏത് പഴക്കാരെന്ന് അറിയില്ല. അവസാനം സ്കിറ്റ് കളിച്ചിട്ട് രാജേഷ് അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് പറഞ്ഞിട്ട് അവിടെ കിടന്ന് കുറച്ച് അഭ്യാസം കാണിക്കും. ഞാൻ അതിന് വേണ്ടെങ്കിൽ പരിചയത്തിട്ട് പോ. അല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട്. 10,000 ആൾക്കാർ ഇരുന്നാലും നമ്മൾ ആസ്വദിക്കാൻ ഒരാളിരുന്നാ മതി കേട്ടോ. 16 പേര് ഇരുന്നത് കൊണ്ട് കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞങ്ങളുടെ കൈ പോകുന്ന ചലനങ്ങളായിരുന്നു അവർക്ക്. സായിപ്പിനും ചിരിക്കണ്ട്. അല്ല ഇപ്പൊ ബൈഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പ്രേക്ഷകർ കുറച്ചും കൂടെ ഓവർ ജഡ്ജ്ഡ് ആണ്. അവര് ഭയങ്കരമായിട്ട് എല്ലാ അല്ല കാര്യത്തിലും പാട്ട് ഇപ്പൊ റിയാലിറ്റി ഷോ വന്നതോടുകൂടി എല്ലാവരും സിംഗേഴ്സ് ആയി എന്ന് പറഞ്ഞതുപോലത്തെ കഥയാണ്. എല്ലാവർക്കും പാട്ടിന്റെ സംഗതികൾ എന്താണെന്നും ശ്രുതി എന്താണെന്നും ബൃഹ എന്താണെന്നും ഒക്കെ എല്ലാവർക്കും പഠിച്ചു. അപ്പൊ അന്ന് പറഞ്ഞ പോലെ വീട്ടിലൊന്നും പാടാൻ രക്ഷയില്ലടോ. ഒരു നിവൃത്തിയില്ല. ഞാനൊക്കെ നേരത്തെ പാടും കുളിക്കുമ്പോ ഒക്കെ പാടുമായിരുന്നു. ഇപ്പൊ ഒരു ഇപ്പൊ വായു വെള്ളം കൊണ്ടിട്ട് കുളിക്കണം. മോൻ എന്റെ മോൻ അവൻ BA മ്യൂസിക് ആണല്ലോ. അവനറിയല്ലോ സംഗതി അറിയാലോ. അപ്പൊ വൈഫ് പണ്ടൊക്കെ എന്റെ പാട്ടൊക്കെ ഭയങ്കര ആസ്വാദനമായിരുന്നു. എന്റെ പേത്തൊക്കെ വന്ന് ഇരിക്കാ. ഇപ്പൊ പാട്ട് കിട്ടുകയാണെങ്കിൽ അവൻ മിണ്ടാണ്ടിരിക്കും. ഇത് വീട്ടിലെ കഥയല്ലേ. നമുക്ക് ബാത്റൂമിൽ ഒരുപാട് അയൽക്കാരെ വിളിച്ചു പറയും. അതങ്ങനെയല്ല പിച്ച് ഔട്ട്. അതെ നമ്മുടെ കൊച്ചിയിലെ ഒരു ലൈഫ് സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ എല്ലാരും അടുത്തടുത്ത് തൊട്ട് നമ്മുടെ ജനലോടുന്ന അപ്പുറത്തെ ജനല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ. അപ്പൊ നമ്മളെ കൂടെ ഒരു പാട്ടൊക്കെ പഠിക്കാൻ ഇന്നലെ പാടിയ പാട്ടില്ലേ അത് വളരെ മൂന്നാമത്തെ സംഗതി വന്നില്ല. ആൾക്കാർക്ക് എല്ലാം മനസ്സിലായി. അതെ തട്ടിപ്പായിരുന്നു. നിങ്ങൾ എങ്ങനെ ഈ ഓരോ കൗണ്ടേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണേ? എങ്ങനെ ഇത്രയും ആലോചിച്ചിട്ട് വേണ്ടിയോ? അത്ര ആലോചിക്കണ്ട. ഞാൻ എന്റെ വൈഫിനെ ആലോചിക്കുക, വണ്ടിയുടെ ലോണിന്റെ കാര്യം ആലോചിക്കുക, വീടിന്റെ ലോണിന്റെ കാര്യം ആലോചിക്കുക. അപ്പൊ ഇതൊക്കെ തനിയെ വന്നു. പിന്നെ വിശന്ന പിള്ളേര് കരയോല്ല. അത് പക്ഷെ എല്ലാം എടുത്തിട്ടില്ല, കുറച്ചവിടെ വെച്ചിട്ടില്ലേ? കാറിന്റെ ലോൺ അടക്കാനുള്ള അവിടെ വെച്ചേക്കണം. ഞാനിനി ഡാൻസ് ഒക്കെ പൊടി തട്ടി എടുക്കണം. അതെ എടുത്തോ തുടങ്ങിയില്ലേ? തുടങ്ങി പപ്പാനിലങ്ങ് തുടങ്ങി. അടുത്ത വർഷം. അതെ ഈ പെൻഷനുള്ള അപേക്ഷ കൊടുക്കാൻ നോക്കും. അല്ല പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇപ്പൊ ആർക്കും എന്തും ചെയ്യാന്നുള്ളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിപ്പോയി. അതുള്ളതുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാതെ മാറിയിരിക്കുന്നത്. അല്ല നമുക്ക് മാത്രമല്ല അതെ. നമ്മളെയൊക്കെ എന്തും ചെയ്യാം എന്തും പറയാന്നുള്ള അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് പോയി. നമ്മളെല്ലാരും വർത്താനം പറഞ്ഞിട്ട് എല്ലാം കേട്ട് ഒരാൾ ഇരിക്കുന്നു. ലിജോ ചേട്ടൻ എന്താ സൈലന്റ് ആയിട്ട് അണ്ടിതെല്ലാം പുള്ളിയുടെ ചാനലിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നതൊക്കെ. ഞാൻ എല്ലാം നോട്ടീസ് ചെയ്ത്. അങ്കമാലിക്കാരന്റെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? പോർക്ക് മാങ്ങാക്കറി ഒരു 23-ാം തീയതി ആകുമ്പോ വീട്ടില് മാങ്കറി ഇതൊക്കെ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോകും. അങ്ങനെ പരിപാടി 23-ാം തീയതി സെറ്റ് ആവും. നമുക്ക് നോമ്പ് 23-ാം തീയതി വൈകിട്ട് വിടും. 23-ാം തീയതി വൈകിട്ട് വിടും. ഓക്കെ വിട്ടില്ലെങ്കിലും വിടും. വിട്ടില്ലെങ്കിൽ വിടും. 24-ാം തീയതി ഞാൻ പറയാം. 24-ാം തീയതി കരോള് വരും. അപ്പൊ കരോള് വരുന്ന കാരണം കരോള് കഴിഞ്ഞ് കുർബാന പരിപാടിയൊക്കെ ഉള്ള കാരണം 23 ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ 23 നമ്മൾ വൈകിട്ട് ഈ നോമ്പ് അങ്ങ് തീർക്കും. അപ്പൊ എല്ലാ മാങ്കറിയും പോർക്കും ബീഫും മീനും എല്ലാം കൂടി ഒരു പിടി അങ്ങ് പിടിച്ച് എന്റെ പോഷൻ ചെറുതായിട്ട് എന്റെ പോഷനിൽ വേറെ
അങ്ങനെ എല്ലാം കൂടി എല്ലാം കൂടെ അതായത് ശരിക്കും നമ്മുടെ നാട്ടിൽ പറയുന്നത് രണ്ടെണ്ണം അടിച്ച് പോയി കണ്ടാലാണ് ഹാപ്പി ആവുള്ളൂ. അതെ. അപ്പൊ അതുപോലെ എന്നാലും യേശു ക്രിസ്തുവിന് ശരിക്കും മനസ്സിലാവും. അതാ യേശു ക്രിസ്തു വെള്ളം മീനാക്കിയ ആളല്ലേ, എനിക്കറിയാലോ കാര്യങ്ങള്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇത് ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോഴും ഇല്ല നമ്മള് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോ ഇവൻ വളർന്ന് ഇത്ര വലുതായി. യേശു ചെയ്തതിൽ ഒറ്റ അത്ഭുതം മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ, വെള്ളം മീനാക്കിയത്. വേറെ എത്ര അത്ഭുതം ചെയ്ത പുള്ളിക്കാരൻ. എന്നിട്ട് അത് മാത്രമേ ആരും പറയില്ല, ആരും പറയില്ല. യേശു ക്രിസ്തു നമ്മുടെ ഉയർത്തെഴുന്നേറ്റ് വരില്ലേ? അപ്പൊ ഇതൊരു ഇതാണ്, ഒരു പള്ളിയില് ചെക്കന്മാരൊക്കെ കൂടിയിട്ട് യേശു ക്രിസ്തുവിന്റെ ഒരു രൂപം ഇങ്ങനെ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് കൊടി ഉണ്ടാവും. ഇങ്ങനെ ആ ഒരു കൊടി ഉണ്ടാവും. അപ്പൊ ഇവന്മാര് താഴത്ത് സെറ്റപ്പ് ഒക്കെ ആക്കി താഴത്തുനിന്ന് ഇങ്ങനെ പാറ പൊളർന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ എടാ ഉയർത്തെഴുന്നേൽക്കാറായെന്ന് പറഞ്ഞപ്പോ ഒരുത്തൻ പ്രതിമനെ കൊണ്ട് ഓടുകയാണ്. അപ്പൊ എവിടെ തട്ടിത്തറഞ്ഞ് കൈ വീണു. എന്നിട്ട് അവന് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് കൈ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോ ഇങ്ങനെ എന്താണ് എന്താണ് ഇങ്ങനെ കിടന്നാണ് ഇങ്ങനെ അതല്ല, ഇതൊക്കെയാണ് ഈ ഉത്സവങ്ങളുടെ ഒരു രസം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മള് പോയിട്ട് പള്ളി പോയോ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊന്നും അല്ല രസം എന്ന് പറയാം. നമ്മുടെ ഓർമ്മകൾ എന്ന് പറയുന്ന ഇത്തരം അബദ്ധങ്ങളാണ് സത്യം പറഞ്ഞത്. ചേച്ചി ഈ പ്രാവശ്യം സെറ്റിലാണോ ക്രിസ്മസ് അതോ വീട്ടിലാണോ? വീട്ടിലായി ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം സെറ്റിലായിരുന്നു. സെറ്റിലായിരുന്നു. ഈ പ്രാവശ്യം വീട്ടിലാണ്. വീട്ടിലെ ഫ്ലാറ്റിലെ ആഘോഷം അത് പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ടൊരു പുൽക്കൂട്, കോമൺ ആയിട്ടൊരു ട്രീ, പിന്നെ ഞങ്ങൾക്ക് ന്യൂ ഇയർ ആണ് ആഘോഷം. ന്യൂ ഇയറിന് പൊതുവെ ഫ്ലാറ്റ്സിലൊക്കെ ആഘോഷം. 31st ആയിരിക്കില്ല, മിക്ക സ്ഥലം 30th-നായിരിക്കും. മിക്സ് ചെയ്തൊക്കെ കൊണ്ടുവരാ. ഇടക്കിടക്ക് ഭയങ്കര ദാഹം. കളിയാണ്. ഇപ്പൊ ഇത് കണ്ട ഇവിടുന്ന് പിറക്കി ഇടുക ചെയ്തത്. അതെന്ത് കഴിച്ച് ഗ്ലാസ് തട്ടിയാലും കേട്ടോ. ഇവിടെ താഴെ വീണ സാധനം ഞാൻ കളത്തിലിറങ്ങട്ടെ?